ഒരു മാസം 1,20,000 രൂപ സാലറി എന്ന് പറയുന്നത് ഇവിടെ യൂറോപ്പിൽ, പ്രത്യേകിച്ച് സ്പെയിനിൽ ഒരു നല്ല സാലറിയാണോ? അത് വെച്ചിട്ട് നമുക്ക് എങ്ങനത്തെ ലൈഫ് ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഇവിടുത്തെ എക്സ്പെൻസസ് എല്ലാം മീറ്റ് ചെയ്യാൻ പറ്റും? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരു മാസം 1,20,000 രൂപ എന്ന് പറയുമ്പോഴത്തേക്കും വലിയൊരു എമൗണ്ട് ആയിട്ട് നമുക്ക് തോന്നും. പക്ഷേ റിയാലിറ്റി എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല ഇന്ത്യൻ റുപ്പി ടു യൂറോ കൺവേർഷൻ എന്ന് പറയുന്നത്. ഈ ചിലവിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം സാലറിയെ പറ്റി പറയാം. കാരണം അതാണ് എല്ലാവരും ചോദിക്കുന്ന ഡൗട്ട്. നിങ്ങൾക്ക് ഒരു കമ്പനി ഒരു സാലറി തരാമെന്ന് ഓഫർ ചെയ്യുന്ന സമയത്ത് സാധാരണ കമ്പനി മെൻഷൻ ചെയ്യുന്നത് ഗ്രോസ് സാലറിയാണ്. എന്ന് വെച്ചാൽ കമ്പനി തരുന്ന ആ ഒരു സാലറിയിൽ നിന്നും കുറച്ച് എമൗണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾക്കായിട്ട് മാറ്റി വെക്കേണ്ടതായിട്ട് വരും. അത് മാൻഡേറ്ററി ആയിട്ടുള്ള കോൺട്രിബ്യൂഷനാണ്. നമുക്ക് അതിൽ നിന്നും വേറെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും നടക്കത്തില്ല. നിങ്ങളുടെ സാലറിയിൽ നിന്നും മെയിനായിട്ട് 2 റിഡക്ഷനാണ് വരുന്നത്. ഒന്ന് സോഷ്യൽ സെക്യൂരിറ്റി റിഡക്ഷൻ, 2 ഇൻകം ടാക്സ് റിഡക്ഷൻ. സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്കുള്ള മെഡിക്കൽ ബെനിഫിറ്റ്സ്, അതുപോലെ തന്നെ പെൻഷൻ ഫണ്ട്, അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനാണ്. ഇത് മാൻഡേറ്ററി ആണ്. അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് നമ്മൾ നാട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ ഇൻകം ടാക്സിൻ്റെ കോൺട്രിബ്യൂഷനും നമ്മൾ ചെയ്യേണ്ടി വരും. അതും മാൻഡേറ്ററി ആണ്. സോ നിങ്ങളുടെ കമ്പനി 1,20,000 രൂപ സാലറി പറയുകയാണെങ്കിൽ അത് നമ്മൾ യൂറോയിലായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 1,400 യൂറോ നിങ്ങൾക്ക് ഗ്രോസ് സാലറിയാണ്. പക്ഷേ ഇതിൽ നിന്നും ഇത്രയും റിഡക്ഷൻ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നത്. 1,400 യൂറോ ഗ്രോസ് സാലറി ഒരു മാസം കിട്ടുന്ന ഒരാൾക്ക് ഏകദേശം നമ്മൾ ഈ ഒരു കോൺട്രിബ്യൂഷനായിട്ട് വരുന്നത് സോഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് 6%, ഇൻകം ടാക്സിന് വേണ്ടിയിട്ട് ഏകദേശം 7% നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. പക്ഷേ ഈ ഒരു വാല്യൂ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇപ്പോഴത്തെ ടേബിൾ വെച്ചിട്ട് ഞാൻ ഏകദേശം ഒരു കണക്ക് പറഞ്ഞതാണ്. ഓരോ രാജ്യവും അതുപോലെ തന്നെ ഓരോ സിറ്റുവേഷൻ വരുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ മാരീഡ് ആണെങ്കിൽ ഈ ഒരു പെർസെൻറ്റേജ് മാറും. അതുപോലെ തന്നെ നമുക്ക് വേറെ ഡിപ്പെൻഡൻസ്, ഇപ്പോൾ കുട്ടികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെയും ഈ ഒരു വാല്യൂ മാറും. സോ ഇപ്പോഴത്തെ ഏകദേശം ഒരു വാല്യൂ ആണ് പറയുന്നത്. നിങ്ങൾക്ക് കറക്റ്റ് വാല്യൂ അറിയണമെങ്കിൽ ജസ്റ്റ് നെറ്റ് നോക്കുകയാണെങ്കിൽ ഇവരുടെ സൈറ്റിൽ, ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ടാക്സിൻ്റെ വാല്യൂ അറിയാൻ പറ്റും. സോ ഇത്രയും റിഡക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് 1,400 യൂറോ ഒരു മാസം ഗ്രോസ് സാലറി കിട്ടുന്ന ഒരാൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നത് ഏകദേശം 1,250 യൂറോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ടോട്ടൽ അവസാനം ക്രെഡിറ്റ് ആവുന്നത്. സോ അതിൽ നിന്നായിരിക്കും പിന്നെ നമ്മുടെ ബാക്കി എക്സ്പെൻസും കാര്യങ്ങളും എല്ലാം നോക്കേണ്ടത്. പിന്നെ ഈ ചിലവുകളെല്ലാം പോയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇത്രയും പൈസ വന്നു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ചിലവെന്ന് പറയുന്നത് അക്കോമഡേഷന് വേണ്ടിയിട്ടാണ്. അത് ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മെയിനായിട്ട് നമ്മൾ താമസിക്കുന്ന സിറ്റി, അതുപോലെ നമ്മൾ താമസിക്കുന്ന ആ സിറ്റിയുടെ നെയ്ബർഹുഡ്, ഈ 2 കാര്യങ്ങൾ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ താമസത്തിൻ്റെ ചിലവെന്ന് പറയുന്നത്. ഈ അപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന സ്കാമുകളെ പറ്റി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാം. ഇവിടുത്തെ മേജറായിട്ടുള്ള സിറ്റീസ് മാദ്രിദ്, ബാഴ്സലോണ ഇതുപോലുള്ള സിറ്റീസിൽ പോവുകയാണെങ്കിൽ അവിടെ ഒബ്വിയസ്ലി റേറ്റ് ഒരുപാട് കൂടുതലായിരിക്കും. അതേസമയം ഇപ്പോൾ ആന്തലൂസിയൻ സിറ്റീസ്, ഇപ്പോൾ സെവിയ, അതുപോലെ തന്നെ വാലൻസിയ പോലുള്ള സിറ്റീസിൽ പോയി നോക്കുകയാണെങ്കിൽ അവിടെ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ കുറവായിരിക്കും. അപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം മാത്രമല്ല, ചിലവും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും ഇങ്ങനെയുള്ള സിറ്റീസിൽ. മാദ്രിദ്, ബാഴ്സലോണ പോലുള്ള സിറ്റീസിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത്, സിറ്റിയിൽ നിന്നും അധികം ദൂരം കൂടാതെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഒരു ബെഡ്റൂം, ഹാൾ, കിച്ചൺ അപ്പാർട്ട്മെൻറ്റ് എടുക്കാൻ ഏകദേശം ഒരു 950 യൂറോസ് ടു 1,500+ യൂറോസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു അപ്പാർട്ട്മെൻറ്റ് കിട്ടും. അതേസമയം നമ്മൾ വാലൻസിയ പോലുള്ള സിറ്റീസിൽ പോവുകയാണെങ്കിൽ അവിടെ ഏകദേശം ഒരു 750 to 900 യൂറോസിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു റീജിയന് നല്ലൊരു അപ്പാർട്ട്മെൻറ്റ്, ഒരു 1 ബെഡ്റൂം ഹാൾ കിച്ചൺ അപ്പാർട്ട്മെൻറ്റ് നമുക്ക് കിട്ടും. ഇനി സിറ്റി സെൻറ്ററിൽ നിന്ന് ദൂരം കൂടും തോറും റേറ്റും കുറഞ്ഞു വരും. നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും, പക്ഷേ നമുക്ക് അത്യാവശ്യം കുറഞ്ഞ റേറ്റിൽ നമുക്ക് അപ്പാർട്ട്മെൻറ്റ് കിട്ടും. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞത് ഇൻഡിവിജ്വൽ അപ്പാർട്ട്മെൻറ്റാണ്. 1 ബെഡ്റൂം ഹാൾ കിച്ചൺ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റാണ്. പക്ഷേ നമ്മളിപ്പോൾ ഷെയർഡ് ബേസിസിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെയും ഒരുപാട് അപ്പാർട്ട്മെൻറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പിന്നെയും റേറ്റ് കുറഞ്ഞു കിട്ടും. ഏകദേശം നമ്മൾ ഈ ഇൻഡിവിജ്വൽ എടുക്കുന്നതിനേക്കാളും ഏകദേശം പാതി റേറ്റിൽ നമുക്ക് ഷെയർഡ് ബേസിസിൽ അപ്പാർട്ട്മെൻറ്റ് കിട്ടും. റേറ്റ് നല്ല കുറഞ്ഞ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷേ അങ്ങനെയുള്ള സ്ഥലങ്ങൾ വളരെയധികം സൂക്ഷിച്ച് വേണം എടുക്കാൻ. നമ്മളിപ്പോൾ മാദ്രിദ് ആണെങ്കിലും ബാഴ്സലോണയാണെങ്കിലും ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള നെയ്ബർഹുഡ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വലിയ അപ്പാർട്ട്മെൻറ്റ് തന്നെ നല്ല റേറ്റ് കുറച്ച് കിട്ടും. കാരണം അവിടെയുള്ള ആൾക്കാർ സാധാരണ അങ്ങനെയുള്ള റീജിയൻസിൽ പോയി അപ്പാർട്ട്മെൻറ്റ് റെൻറ്റിന് എടുക്കാറില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വലിയ അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ വീടുകൾ നല്ല റേറ്റ് കുറച്ച് കിട്ടും. പക്ഷേ നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാറില്ല. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ
പിന്നെ നമുക്ക് മന്ത്ലി എക്സ്പെൻസ് ആയിട്ട് വരുന്നത് യൂട്ടിലിറ്റീസാണ്. എന്ന് പറയുമ്പോഴത്തേക്കും ഇലക്ട്രിസിറ്റി, വാട്ടർ, ഹീറ്റിംഗ്, ഗ്യാസ് ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള നമ്മളെപ്പോഴും മസ്റ്റായിട്ട് ആവശ്യം വരുന്ന യൂട്ടിലിറ്റീസ്, ഇതെല്ലാം കൂടെ ഏകദേശം 130 യൂറോ തൊട്ട് 200 യൂറോ അടുപ്പിച്ച് വരും. പിന്നെ ഇത് കൂടാതെ വൈഫൈ, ഇൻ്റർനെറ്റ്, അതുകൂടാതെ നമുക്ക് സിം കാർഡ് മസ്റ്റായിട്ട് വേണം. അപ്പോൾ ഇത് രണ്ടും കൂടെ ഏകദേശം ഒരു 20 യൂറോ തൊട്ട് 50 യൂറോ വരെ വരും. അതുകൂടാതെ ഫുഡ്, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, ഈ 2 കാര്യങ്ങൾ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാലും ഏകദേശം ഒരു വില ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഉള്ള എന്താ പറയുക, നമ്മൾ സാധാരണ വാങ്ങുന്ന ഗ്രോസറീസിൻ്റെ വില ഞാൻ ഏകദേശം ഒരു എമൗണ്ട് ഞാനിവിടെ കാണിക്കാം. ഈ കാണുന്ന ഒരു കോഫിക്ക് 160 രൂപയാണ്. ഇതെന്ന് പറയുന്നത് സാധാരണ ഒരു കോഫിയാണ്, എല്ലായിടത്തും കിട്ടുന്ന ഒരു സാധാരണ കടയിൽ നിന്ന് വാങ്ങിയ ഒരു കോഫിയാണ്. അതേസമയം നമ്മുടെ നാട്ടിൽ ഇതിന് ഒരു 20-30, കൂടിപ്പോയാൽ 40 രൂപയ്ക്ക് കിട്ടും. സോ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു സാധനത്തിൻ്റെ വില നമ്മൾ കൺവേർഷൻ റേറ്റ് വെച്ചിട്ട് INRൽ നിന്ന് യൂറോയിലേക്ക് മാറ്റിയിട്ട് ഏകദേശം സിമിലർ ആയിരിക്കുമെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇവിടുത്തെ ചിലവുകളും അതുപോലെ ഇവിടെ ജീവിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ചിലവും കാര്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. പിന്നെ ഇതൊക്കെ ബേസിക്കായിട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ചിലവുകളാണ്. ഇത് കൂടാതെ നമുക്കിപ്പോൾ എന്തെങ്കിലും ലേഷർ ആക്ടിവിറ്റീസ്, നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യണമെങ്കിലോ അതുപോലെ സിനിമ കാണണമെങ്കിലോ അല്ലെങ്കിൽ പുറത്ത് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാനാണെങ്കിലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ റേറ്റ് പിന്നെയും കൂടും. സോ സ്പെയിനിൽ 1,20,000 രൂപയ്ക്ക് ഇക്വലൻ്റ് ആയിട്ട് വരുന്ന ഒരു സാലറി നമുക്ക് കിട്ടുന്നത് നല്ലൊരു സാലറിയാണോ അതോ അല്ലയോ? ഞങ്ങളുടെ ഓണസ്റ്റ് ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇമ്പോസിബിൾ അല്ല, പോസിബിളാണ്. പക്ഷേ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് എല്ലാ എക്സ്പെൻസും കഴിഞ്ഞിട്ട് സേവ് ചെയ്യാൻ അധികം ബാക്കി കാണത്തില്ല. പിന്നെ എക്സ്പെൻസ് എല്ലാം നല്ല ടൈറ്റായിട്ട് നമ്മൾ നോക്കേണ്ടി വരും. നിങ്ങൾ ചിലപ്പോൾ സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയോ അതുപോലെ തന്നെ ഷെയർഡ് അപ്പാർട്ട്മെൻറ്റോ എടുക്കേണ്ടി വരും. പിന്നെ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെയാണ്. അത് നിങ്ങൾക്ക് കുറച്ച് ഡിപ്പെൻഡൻസ് ഉണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. സോ നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ മടിക്കണ്ട. അതുപോലെ തന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.